നമ്മുടെ ശ്രീനാഥ് വാസിയും പ്രയാഗ മാർട്ടിനും രണ്ട് പേരെയും ഇന്ന് ഓം പ്രകാശിനെതിരായ ലഹരി കേസിൽ മുറി സന്ദർശിച്ചു എന്ന് പറഞ്ഞ് റിമാൻഡ് റിപ്പോർട്ടിൽ സിനിമാ താരങ്ങളുടെ പേര് വന്നിട്ടുണ്ട്. ഈ രണ്ട് പേരത് ഓക്കെ 20 പേരുടെ ലിസ്റ്റാണുള്ളത്. ആ 20 പേരുടെ ലിസ്റ്റിലാണ് പ്രയാഗ മാർട്ടിൻ്റെയും നമ്മുടെ ശ്രീനാഥ് വാസിൻ്റെയും പേരുള്ളത്. അപ്പോൾ ശ്രീനാഥ് വാസിനെ കുറിച്ചിട്ട് എന്താണെങ്കിലും ഇതിനു മുമ്പ് മലയാളികൾക്ക് അറിയാം. നമ്മുടെ ആങ്കറുമായിട്ടുള്ള ഇഷ്യൂവിൽ ശ്രീനാഥ് വാസിനെ പല്ലും നഖമൊക്കെ കൊണ്ടുപോയതാണ് ഇവിടുത്തെ കേരള പോലീസ്. കൊണ്ടുപോയ പോലീസുകാരത് വീട്ടിൽ വെച്ചിട്ട് മറ്റേ പൂജ നടത്തിയോ അതോ കത്തിച്ച് വല്ല കൂടോത്രം ചെയ്തോ എന്നറിയില്ല. ശ്രീനാഥ് വാസിൻ്റെ പല്ലും നഖവും കൊണ്ടുപോയത് അന്ന് ലഹരി ഉപയോഗം ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു. പക്ഷെ ആ സാധനത്തിൽ നിന്നിട്ട് റിസൾട്ട് വന്നില്ല. അങ്ങനെയാണ് ഇവിടെ പ്രത്യേക തരം ഒരു ഫെസിലിറ്റിയാണ്. സർക്കാർ തന്നെ ടാക്സ് വെച്ച് മദ്യം വിൽക്കും. എന്നിട്ട് എന്ത് ചെയ്യും? മദ്യപിച്ച് റോട്ടിൽ ഇറങ്ങുന്നവനെയും വണ്ടി ഓടിക്കുന്നവനെയും പിടിച്ച് അകത്തിട്ട് പെറ്റിയടിക്കാൻ പറ്റും. ലഹരി ഉപയോഗം പിടിക്കാനും തടയാനും മാത്രം അവിടുത്തെ സർക്കാരിനെ കൊണ്ട് വലിയ പണി. അത് ഇങ്ങനത്തെ സിനിമാ നടന്മാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒട്ടും പിടിക്കൂല അവർ. അതുകൊണ്ട് അന്ന് കൊണ്ടുപോയ പല്ലും നഖവും നോക്കി നിൽക്കണ്ട ഇനി. അപ്പോൾ ശ്രീനാഥ് വാസിൻ്റെ പേര് ഇവിടെ വന്ന് കണ്ടതിൽ പ്രത്യേകിച്ച് എനിക്കൊരു അത്ഭുതമൊന്നുമില്ല. ഇപ്പം ഞാൻ ശ്രീനാഥ് വാസിനെ ലഹരി ഉപയോഗിച്ച് കണ്ടു എന്നോ അല്ലെങ്കിൽ ലഹരി ഉപയോഗിക്കുന്ന ഒരാളായിട്ട് ഞാൻ ശ്രീനാഥ് വാസിനെ പോർട്രേറ്റ് ചെയ്യുന്നതൊന്നുമല്ല. ഓക്കെ, പക്ഷേ കേരള പോലീസ് തന്നെ ശ്രീനാഥ് വാസിയുടെ ലഹരി ഉപയോഗം എന്നൊക്കെ പറഞ്ഞ് പല്ലും നഖവും കൊണ്ടുപോയ കേസൊക്കെ ഉണ്ടായിട്ടും ഇതുവരെയായിട്ട് അതിലൊരു തീരുമാനം ഉണ്ടാവാത്തത് കൊണ്ടുള്ള ദേഷ്യം കൊണ്ടാണ് പറയുന്നത്. ഇപ്പോൾ ശ്രീനാഥ് വാസിൻ്റെ ഇവിടെ ഈ ഒരു കേസിൽ പേര് കണ്ടതുകൊണ്ട്. ഓക്കെ, പിന്നെ പ്രയാഗ മാർട്ടിന് ഇതിൽ ഏറ്റവും കൂടുതൽ സീനായിട്ടുള്ളത് പ്രയാഗ മാർട്ടിൻ്റെ ഒരു മേക്ക് ഓവർ കേരളത്തിൽ എല്ലാവരും നമ്മൾ ശ്രദ്ധിച്ചതും കണ്ടതുമാണ്. അന്ന് മുതലേ പ്രയാഗ മാർട്ടിൻ്റെ എല്ലാ വീഡിയോൻ്റെ അടിയിലും ഇവള് കിളി പോയതാണ്, ഇവള് കഞ്ചാവാണ്, ഇവള് മറ്റതാണ് മറിച്ചതാണ്. അത് ഒരാളൊരു മേക്ക് ഓവർ നടത്തുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ഒരു കുറച്ചും കൂടി ഒരു എന്താ പറയുക ഡ്രസ്സിങ് സ്റ്റൈലൊരു കുറച്ച് യുണീക്കായിട്ട് പിടിക്കാൻ നോക്കിക്കഴിഞ്ഞാലൊക്കെ ഈ ഒരു സീൻ ഉള്ളതാണ്. അത് അന്ന് മുതലേ പ്രയാഗ മാർട്ടിൻ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഒരു റിമാൻഡ് റിപ്പോർട്ടിൽ പ്രയാഗ മാർട്ടിൻ്റെ പേര് കൂടി വന്നപ്പോൾ എന്തായി? അന്ന് പറഞ്ഞതല്ലേ പ്രയാഗ മാർട്ടിൻ്റെ ഡ്രസ്സിങ് സ്റ്റൈൽ മാറിയപ്പോഴേ ഇവൾ ഇതിൻ്റെ ആളാ എന്നുള്ള രീതിയിലുള്ളൊരു സ്റ്റാമ്പിങ് കൂടി പ്രയാഗ മാർട്ടിൻ്റെ സീനിലേക്ക് വന്നിട്ടുണ്ട്. പക്ഷേ ഓം പ്രകാശിനെ സന്ദർശിച്ചിട്ടുള്ള ആരോപണം തള്ളി പ്രയാഗ മാർട്ടിൻ്റെ അമ്മ വന്നിട്ടുണ്ടായിരുന്നു. ഇനി ഓം പ്രകാശ് പോൾ മുത്തൂറ്റ് വധക്കേസിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അന്ന് മുതലാണ് മലയാളികൾ ഈ പറഞ്ഞ ഓം പ്രകാശ് എന്ന് പറഞ്ഞൊരു പേര് ഫോക്കസായിട്ട് കണ്ടു തുടങ്ങിയിട്ടുണ്ടാവുക. പ്രശസ്ത ഗുണ്ടയാണ്. ഓക്കെ, അപ്പോൾ ഓം പ്രകാശ് ഈ സിനിമാക്കാരുമായിട്ട് ഞെട്ടിക്കുന്ന ബന്ധം എന്നൊക്കെ ഇന്ന് മറ്റേ കുറേ 24/7 സാറ്റലൈറ്റ് ചാനലിൽ പറയുന്നത് കേട്ടു. എനിക്ക് ഓരോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ലേശം ഉളുപ്പില്ല ഇവിടുത്തെ ചാനലുകാർക്ക്? ഈ ഓം പ്രകാശും സിനിമാക്കാരും തമ്മിൽ എന്ത് ഞെട്ടിക്കുന്ന ബന്ധം? ഈ ഓം പ്രകാശിൻ്റെ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒരു സിനിമയിൽ അഭിനയിക്കാൻ പോയിന്നോ സിനിമ റിലീസായില്ലെന്ന് അറിയില്ല. അതിൻ്റെയൊക്കെ റിപ്പോർട്ട് ഇവർ തന്നെയാണ് കൊടുത്തത്. ഈ ചാനലിൽ തന്നെ എനിക്കൊരു 7-8 കൊല്ലം മുന്നേ ഞാൻ കണ്ടിട്ടുണ്ട് ആ റിപ്പോർട്ട്. ഇപ്പോൾ ഞാൻ റിഫ്രഷ് ചെയ്ത് നോക്കുമ്പോൾ ഞാൻ എവിടെയോ ആ സാധനം കണ്ടു. പിന്നെ ഈ ഓം പ്രകാശ് എന്ന് പറഞ്ഞ ആൾ ഈ സിനിമാ സർക്കിളിൽ അത്യാവശ്യം എല്ലാ നടന്മാരെയും നടിമാരെയായിട്ട് നല്ല ബന്ധം വെച്ച് പുലർത്തുന്ന ആളാണ്. ഇവിടുത്തെ ചാനലുകാർക്കും കൃത്യമായിട്ട് അറിയാം. പിന്നെ ഇവർ എന്ത് ഞെട്ടി എന്ന് പറയുന്നതാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഓക്കെ, എന്താണെന്നുണ്ടെങ്കിൽ ഇപ്പം ഞാൻ ന്യൂസ് ഒന്ന് ഞാൻ ഇവിടെ പ്ലേ ചെയ്യാം. കാണാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല, എന്നാലും ചുമ്മാ പ്ലേ ചെയ്യാം. പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക്. സിനിമാ താരങ്ങളുടെ ഉൾപ്പെടെ പേര് പരാമർശിച്ച് കൊച്ചിയിലെ ലഹരി കേസിൽ പോലീസിന്റെ റിമാൻഡ് റിപ്പോർട്ട്. കുപ്രസിദ്ധ ഗുണ്ടാ നേതാവ് ഓം പ്രകാശിനെതിരായ ലഹരി കേസിലാണ് താരങ്ങളുടെ പേരുള്ളത്. സിനിമാ താരങ്ങളായ ശ്രീനാഥ് ഭാസിയും പ്രയാഗ മാർട്ടിനും ഓം പ്രകാശിന്റെ മുറി സന്ദർശിച്ചിരുന്നുവെന്നും പോലീസ് വ്യക്തമാക്കുന്നു. കേസുമായി ബന്ധപ്പെട്ട് ഓം പ്രകാശിനെ ഇന്നലെയാണ് പോലീസ് ആദ്യം കസ്റ്റഡിയിലെടുക്കുന്നത്. പിന്നീട് അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു. ഈ ഓം പ്രകാശിന്റെ കൂടെ ക്രൗൺ പ്ലാസ ഹോട്ടലിൽ റൂമെടുത്ത ഷിഹാസിനെയാണ് ആദ്യം കേസുമായി പ്രതി ചേർത്ത് പോലീസ് പിടിക്കുന്നത്. അതിനുശേഷമാണ് ഓം പ്രകാശിനെ കസ്റ്റഡിയിലെടുക്കുന്നത്. ഒന്നാം പ്രതിയായ ഷിഹാസിനെയും ഒപ്പം തന്നെ ഓം പ്രകാശിനെ രണ്ടാം പ്രതിയുമായാണ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നത്. ഇവരിൽ നിന്ന് പിടിച്ചെടുത്തത് 4 ലിറ്റർ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യവും ഒപ്പം തന്നെ കൊക്കൈൻ്റെ ഒരു സിപ്പ് കവറും. അതായത് ഉപയോഗിച്ച ഒരു സിപ്പ് കവർ. ആ കവറിൽ കൊക്കൈൻ്റെ പൊടികൾ പറ്റിപ്പിടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് തൂക്കി നോക്കാനോ എത്ര ഗ്രാം ഉണ്ട് എന്ന് മനസ്സിലാക്കാനോ കഴിയാത്ത സ്ഥിതിയിലായിരുന്നു എന്നാണ് പോലീസ് തന്നെ കോടതിയെ അറിയിച്ചിരിക്കുന്നത്. പക്ഷേ പ്രതികളെ കൂടുതൽ ചോദ്യം ചെയ്യേണ്ടതുണ്ടെന്നും ഒപ്പം തന്നെ 2 ദിവസത്തെ കസ്റ്റഡി ആവശ്യപ്പെട്ടും നൽകിയിരിക്കുന്ന റിമാൻഡ് റിപ്പോർട്ടിലാണ് ഇത്രയും ഗുരുതരമായ ഒരു വെളിപ്പെടുത്തൽ പോലീസിന്റെ ഭാഗത്ത് ഉണ്ടായിരിക്കുന്നത്. അതിൽ പ്രധാനമായും ഉള്ളത് യുവ നടന്മാരായ ശ്രീനാഥ് വാസിയുടെയും ഒപ്പം തന്നെ പ്രയാഗ
പ്രയാഗ മാർട്ടിനും അടക്കം 20ഓളം പേർ ഓംപ്രകാശിന്റെ മുറി സന്ദർശിച്ചിരുന്നുവെന്ന ഗുരുതരമായ ഒരു വെളിപ്പെടുത്തലാണ് പോലീസ് കോടതിയിൽ അറിയിച്ചിരിക്കുന്നത്. പക്ഷേ ഈ പ്രതികളിൽ നിന്ന് നേരിട്ട് ലഹരി പിടികൂടിയിട്ടില്ല എന്ന പ്രതിഭാഗത്തിന്റെ വാദം പരിഗണിച്ചുകൊണ്ടാണ് നിലവിൽ ഇവർക്ക് കോടതി രണ്ടുപേർക്കും ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. ശ്രീനാഥ് ബാസി ലഹരിക്ക് അടിമയാണെന്ന തരത്തിലൊക്കെ അന്ന് റിമാൻഡ് റിപ്പോർട്ട് നൽകുകയും ചെയ്തതാണ്. പക്ഷേ പിന്നീട് ആ കേസിൽ ശ്രീനാഥ് ബാസിക്ക് ജാമ്യം ലഭിക്കുകയും പിന്നീട് ഈ കേസ് ഒത്തുതീർപ്പാവുകയും ചെയ്തിരുന്നു. പക്ഷേ വീണ്ടും അന്ന് അത് കേസ് അന്വേഷിച്ചത് മരട് പോലീസാണ്. ഇപ്പോൾ ഈ കേസിൽ പിടിയിലാകുന്നതും ഈ ഓംപ്രകാശ് പിടിയിലായതും മരട് പോലീസിന്റെയാണ്. മരട് പോലീസ് തന്നെയാണ് ഇപ്പോൾ ഈ റിമാൻഡ് റിപ്പോർട്ട് നൽകിയിരിക്കുന്നു. അതിൽ ശ്രീനാഥ് ബാസിയുടെയും ഒപ്പം തന്നെ പ്രയാഗ മാർട്ടിന്റെയും പേര് കൃത്യമായി പരാമർശിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ സിനിമാ മേഖലയുമായി നേരിട്ട് ബന്ധമുള്ളവരാണോ എന്ന് വ്യക്തമല്ല. പക്ഷേ കുറച്ചധികം പേരുടെ പേരുകളും പോലീസ് ഇതിൽ സൂചിപ്പിക്കുന്നുണ്ട്. അതായത് ഈ ക്രൗൺ പ്ലാസ ഹോട്ടലിന്റെ രജിസ്റ്ററിൽ നിന്നെടുത്ത ചില പേരുകൾ 20ഓളം പേർ ഈ റൂമിൽ സന്ദർശിച്ചതാണ്. സാധാരണഗതിയിൽ ഒരു 2 പേർ താമസിക്കുന്ന മുറിയിൽ 20ഓളം പേർ പലരായും ഈ മുറിയിലേക്ക് എത്തേണ്ട സാഹചര്യമുണ്ടോ എന്നുള്ളതാണ് ദുരൂഹതയുള്ളത്. കാരണം പ്രത്യേകിച്ചൊരു ഗുണ്ടാ പ്രവർത്തനം നടത്തുന്ന ഒരാളാണ് ഓംപ്രകാശ്. കുപ്രസിദ്ധ ഗുണ്ടയാണ്. പലപ്പോഴായി പല വാർത്തകളിലായി ചാനലുകളിലും മാധ്യമങ്ങളിലും നിറഞ്ഞു നിൽക്കുന്ന പേരുമാണ്. അങ്ങനെ ഒരു പേരുകാരനുമായി സിനിമാ മേഖലയിലുള്ള നടന്മാർക്ക് എന്താണ് ബന്ധം എന്നുള്ളതാണ് മറ്റൊരു കാര്യം. എന്തായാലും പോലീസ് ഇക്കാര്യത്തിൽ കൃത്യമായ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇവരുടെ പേര് കൃത്യമായി പരാമർശിച്ചുകൊണ്ട്, ഇല്ലെങ്കിൽ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഇരുവരുടെയും പേര് കൃത്യമായി പരാമർശിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു റിമാൻഡ് റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് സംഗതി. അപ്പോൾ റൂമിലേക്ക് ഇവർ രണ്ടുപേരും പോയത് എന്തിന്? ഇപ്പം റൂമിൽ നിന്ന് ഓംപ്രകാശിനെ പിടിച്ച സമയത്ത് ലഹരി അടങ്ങിയ ഒരു കവർ ഉണ്ടായിരുന്നു, അതിൽ പൊട്ടും പൊടിയും ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ ഓംപ്രകാശിനെ പിടിച്ച. ഈ ഓംപ്രകാശിനെ ഇടയ്ക്കിടയ്ക്ക് പിടിച്ച് അകത്തിടാറുണ്ട് കേട്ടോ കേരള പോലീസ്, സ്ഥിരമായി അകത്തിട്ടിട്ടില്ല. പിന്നെ ഈ ലഹരി കേസിലൊക്കെ പിടിക്കുന്ന സമയത്ത് ലഹരി കൈവശം വേണം, അത് ഇത്ര ഗ്രാമിന് മുകളിൽ വേണം എന്നൊക്കെയാണ്. പക്ഷെ കിട്ടിയ കവറിനകത്ത് പൊട്ടും പൊടി കാരണം ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ പറഞ്ഞ പ്രയാഗ മാർട്ടിനോ അല്ലാന്നുണ്ടെങ്കിൽ ശ്രീനാഥ് ബാസി ഉപയോഗിച്ചിട്ടുണ്ടോ എന്നുള്ളതിനൊന്നും കുറിച്ച് ഒരു ക്ലാരിറ്റിയും പോലീസുകാർ പറയുന്നില്ല. അല്ലെങ്കിൽ അവർ റൂമിൽ വന്നു പോയത് ഇതേ റൂമിലാണോ അതോ ഇവരെടുത്ത 2-3 റൂം എടുത്തിട്ടുണ്ട് അതിലേതെങ്കിലും റൂമിലാണോ എന്നുള്ളതിനെ കുറിച്ചിട്ടും ഈ റിമാൻഡ് റിപ്പോർട്ടിൽ കൃത്യമായിട്ടില്ല. ഇവരെ പേര് പരാമർശിച്ചു പോയിട്ടുണ്ട്. ഓക്കെ, അപ്പം എന്താണെങ്കിലും അലൻ വാക്കറിൻ്റെ പരിപാടി നടന്നിട്ടുണ്ടായിരുന്നു റീസെൻ്റ്ലി. അലൻ വാക്കറിൻ്റെ പരിപാടിയിൽ ഓംപ്രകാശ് പങ്കെടുത്തിട്ടുണ്ടോ അതോ ഓംപ്രകാശ് പങ്കെടുക്കാൻ വന്നത് അലൻ വാക്കറിൻ്റെ പരിപാടിയിലാണോ എന്നുള്ള ചോദ്യങ്ങൾ പലതും നിൽക്കുമ്പോൾ അലൻ വാക്കറിൻ്റെ പരിപാടിയിലെ സംഘാടകർ പറയുന്നുണ്ട് ലഹരി അവിടെ ഒട്ടും ഓടിയിട്ടില്ല എന്നാണ് അവരുടെ ക്ലെയിം. ഓക്കെ, അവരുടെ ക്ലെയിം അങ്ങനെയാണ് അവർ പറയുന്നത്. പോലീസുകാരുണ്ടായിരുന്നു, എക്സൈസ് ഉണ്ടായിരുന്നു, അങ്ങനെ എല്ലാ സന്നാഹവും ഉണ്ടായിരുന്നു. അതുകൊണ്ട് ആ ഒരു എന്താ പറയുക പെർട്ടിക്കുലർ പ്രോഗ്രാമിൽ ഈ ലഹരി റിലേറ്റഡ് ആയിട്ടൊരു കോംപ്ലിക്കേഷൻ അവർക്ക് നേരിടേണ്ടി വന്നിട്ടില്ല. പക്ഷേ 30 മൊബൈൽ നാട്ടായിരുന്നു ഏതോ കള്ളൻ അടിച്ചു കൊണ്ടുപോയിട്ടുണ്ട്. അലൻ വാക്കറിൻ്റെ പരിപാടിക്ക് പോയ ആളുകളുടെ 30 മൊബൈൽ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതിന് സൈബർ സെല്ലിൽ കംപ്ലയിൻറ്റ് കൊടുത്താൽ ഏത് കാലം തിരിച്ചു കിട്ടുമോ ആവോ എന്നുള്ളതിനെക്കുറിച്ച് വലിയ പിടുത്തമൊന്നുമില്ല. ഈ സിനിമയിലെ ലഹരി ബന്ധം, സിനിമാക്കാർക്കുള്ള ലഹരി മാഫിയയുടെ ബന്ധം എന്നുള്ളത് ഇവിടെ കാലാകാലങ്ങളായിട്ട് പറയുന്നത്. ഇപ്പോൾ റീസെൻ്റ്ലി ഞാനിവിടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ സ്ക്രീൻഷോട്ട് വയ്ക്കാം. അതിനകത്ത് ഏകദേശം 9ാമത്തെ പോയിൻ്റ് ഉണ്ട്. ഗ്രോസ് ഇൻഡിസിപ്ലിൻ ഇൻ സിനിമ, കൺസപ്ഷൻ ഓഫ് ആൽക്കഹോൾ, യൂസ് ഓഫ് ഡ്രഗ്സ്, ഡിസോർഡർലി കണ്ടക്ട്, മിസ്ബിഹേവിയർ അറ്റ് വർക്ക് പ്ലേസ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഇവിടെ നാട്ടുകാരുടെ തുണിയും പൊക്കിയോ കൂടിയ കുൽസിതം മാത്രമാണ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതിനു മുമ്പ് ആഷിഖ് അബു, റിമ കല്ലിങ്ങൽ റിലേറ്റഡ് ആയിട്ട് ഇതേപോലൊരു ലഹരി ഉപയോഗത്തിൻ്റെ കാര്യം വന്നപ്പോൾ ഞാൻ അവിടെ കൃത്യമായിട്ട് ഇതേ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ സാധനം വെച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇത് ചർച്ച ചെയ്യാൻ ഇവിടുത്തെ മീഡിയക്കാർക്ക് പറ്റുന്നില്ലേ? സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം എന്തുകൊണ്ട് സിനിമയ്ക്കകത്ത് ഓടുന്ന ലഹരിയുടെ റൂട്ട് തപ്പിപ്പോകുന്നില്ല എന്നുള്ളൊരു ചോദ്യം ഉണ്ടായിരുന്നു. ഇതൊക്കെ പോട്ടെ, ഈ ഞെട്ടി എന്ന് പറയുമ്പോൾ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് ടിനി ടോം വന്നിട്ട് വലിയൊരു ലിസ്റ്റ് ഇരിക്കുന്നുണ്ട്, മറ്റേ നമ്മുടെ ആൻ്റണി പെരുമ്പാവൂരിൻ്റെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ഇട്ടത് നിങ്ങൾക്ക് ഓർമ്മയുണ്ട്. ഇനി ഞാനിത് എത്ര വട്ടം ഈ വീഡിയോ ഏതൊക്കെ വീഡിയോയിൽ പ്ലേ ചെയ്യുമെന്ന് എനിക്കറിയാം, ഞാൻ ഒന്നുകൂടി വയ്ക്കാം. തോന്നുന്നുണ്ട് സിനിമയിൽ മാത്രം എല്ലായിടത്തും ഉണ്ട്. ഇപ്പോൾ സിനിമയിലുള്ള സംഭവങ്ങൾ തന്നെ ഈ പോലീസുകാർ മണ്ടന്മാരെന്നല്ല, അവരതിലൊക്കെ ഫുൾ ലിസ്റ്റ് ഉണ്ട്. ആൻ്റണി പെരുമ്പാവൂർ, അതിൽ ലാലേട്ടൻ്റെ ഒലങ്കയ്യായിട്ടുള്ള ആൻ്റണി പെരുമ്പാവൂർ പോലീസ് കൊടുത്ത ഇൻഫർമേഷൻ ഉണ്ട്. ഏത് നിമിഷം ഏത് സമയം കോമ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രശ്നമായിരിക്കും. അവരിൽ ഫുൾ ലിസ്റ്റ് ഉണ്ട് ആരൊക്കെ എന്തൊക്കെയാണെന്നുള്ളത്. അവർക്കെന്ത് ഇൻഫർമേഷൻ കിട്ടാണ്ട് ഇങ്ങനെ മായാലോകത്ത് ജീവിക്കുന്നൊന്നുമല്ല, അവർക്ക് എല്ലാ ഇൻഫർമേഷൻസ് ഉണ്ട്. ഒരാളെ പിടിച്ചാൽ കംപ്ലീറ്റ് പേരുടെ പേരും കിട്ടും. അപ്പോൾ അങ്ങനെ നിൽക്കുകയാണ്. പക്ഷേ നമ്മുടെ ഒരു സ്വാതന്ത്ര്യം, കലാകാരന്മാരോടുള്ള ഇഷ്ടവും നമ്മുടെ ഒരു സ്വാതന്ത്ര്യം, അല്ലെങ്കിൽ പിന്നെ ലൊക്കേഷനിലൊക്കെ കംപ്ലീറ്റ് റെയ്ഡ് മാത്രമായിരിക്കും. നമുക്കൊന്നും ഒരിക്കലും സ്വസ്ഥമായിട്ട് ഇരിക്കാൻ സാധിക്കില്ല.
അപ്പോൾ അതില്ല. സിനിമാ മേഖലയിൽ മയക്കരുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറയുന്ന ഏറ്റവും വലിയ നുണയായിരിക്കും. എൻ്റെ ചുറ്റും എൻ്റെ ഇതിപ്പോൾ നമ്മൾ പോകുന്ന ഇടങ്ങളിലെല്ലായിടത്തും, സിനിമയിൽ മാത്രമല്ല അല്ലാത്ത ഇടങ്ങളിലൊക്കെ നമ്മളിതാ കാണുന്നത്. എൻ്റെ വീടിൻ്റെ തൊട്ട് പരിസരങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്. ഈ പോലീസിൻ്റെ സ്ക്വാഡ് അവരോടൊപ്പം യോദ്ധാവ് എന്ന് പറഞ്ഞൊരു അംബാസഡറായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണ് ഞാൻ, കേരള പോലീസിൻ്റെ. അപ്പോൾ അവരെൻ്റെ അടുത്ത് വന്നിട്ട് കൃത്യ ഇൻഫർമേഷൻ തന്നിട്ടുണ്ട്. പ്രസാദ് പാറപ്പുറം എന്ന് പറഞ്ഞ് ഈ സ്ക്വാഡിലുള്ള ആൾ സിനിമ എഴുതുന്ന ആളാണ്. അദ്ദേഹം അടുത്ത ചെയ്യുന്ന സിനിമകളിൽ ചിലപ്പോൾ അതിൽ അഭിനയിക്കുന്നവർ ആരൊക്കെ അതിൻ്റെ അകത്ത് മയക്കുമരുന്ന് ഉപയോഗിക്കുന്നുള്ള അദ്ദേഹത്തിന് അറിയാം. അപ്പോൾ ഇവരൊന്നും അറിയാത്തവരൊന്നുമല്ല. അപ്പോൾ അദ്ദേഹം എൻ്റെ അടുത്ത് വന്നപ്പോൾ കൃത്യമായിട്ടുള്ള ലിസ്റ്റുകളും കാര്യങ്ങളൊക്കെ അവരിലുണ്ട്. ഏത് നിമിഷമാണ് നിയമം മാറുന്നത്, അല്ലെങ്കിൽ ഏത് നിമിഷമാണ് ഇവർ അറ്റാക്ക് എന്ന് പറഞ്ഞൊരു ഓപ്പറേഷൻ തുടങ്ങുകയാണെങ്കിൽ പലരും കുടുങ്ങലല്ല പ്രശ്നം, നമ്മുടെ ജീവിതമാണ് നമുക്ക് കൈവിട്ടു പോകുന്നത്. ഓക്കെ, അപ്പോൾ ഒരു പ്രശസ്ത നടൻ, മലയാള സിനിമയിലെ പ്രമുഖ നടൻ തന്നെ വന്നിട്ട് പറയുകയാണ് പോലീസുകാരുടെ കയ്യിലും സിനിമാക്കാരുടെ കയ്യിലും നീണ്ട ലിസ്റ്റ് കിടക്കുന്നുണ്ട് ലഹരി ഉപയോഗിക്കുന്നവരുന്ന്. പക്ഷേ ഒരു തരത്തിലും ആക്ഷൻ എടുക്കില്ല. ടിനി ടോമിൻ്റെ എനിക്ക് തോന്നുന്നു ആ ഇൻ്റർവ്യൂവിൽ പറയുന്നത് സിനിമാക്കാരായതുകൊണ്ട് അവർക്ക് കിട്ടുന്ന ഒരു തരം ലക്ഷറിയാണ് ഈ നിയമ നടപടി വരാത്തത്, അല്ലെങ്കിൽ സെറ്റിലേക്ക് പോലീസ് വരാത്തതെന്നൊക്കെ ഉള്ളത്. ബുൾഷിറ്റ് എന്ന് എനിക്ക് പറയാനുള്ളൂ. ശരിക്കും സത്യത്തിൽ ഇതിൽ ഇരയാവുന്നത് ആരാറിയോ? ഈ സിനിമയിലെ ലഹരി, അല്ലെങ്കിൽ ഈ പ്രമുഖ നടന്മാരും നടിമാരും അല്ലെങ്കിൽ പ്രമുഖ ടെക്നീഷ്യന്മാരും ഇരയാക്കുന്നത് ആരെയറിയോ? എൻ്റെ അടുത്ത് 1-2 കേസ് വന്നിരുന്നു. ഞാൻ പിന്നെ അത് അറ്റൻഡ് ചെയ്യാതെ പോയത് അവർക്ക് ധൈര്യം ഇല്ലാത്തതുകൊണ്ട് മാത്രം ഞാനതൊന്ന് അറ്റൻഡ് ചെയ്യാതെ പോയതാണ്. ഈ സിനിമാ സെറ്റിലൊക്കെ ഉള്ള ചെറിയ ലൈറ്റ് ബോയ്സ്, ചെറിയ വർക്ക് ചെയ്യുന്ന ടെക്നീഷ്യന്മാരുണ്ടല്ലോ, ദിവസക്കൂലിക്ക് ഒരു സിനിമാ സെറ്റിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ, അവരെയാണ് ഇവർ ട്രാപ്പിലാക്കാറ് ശരിക്കും. ഈ മെയിൻ നടന്മാരും നടിമാരും ടെക്നീഷ്യന്മാരൊക്കെ ഒരു 4 ആളിലൂടെ ഏറ്റവും ലാസ്റ്റ് വരുന്ന കണ്ണി ഇവരായിരിക്കും. ഇവരെ കൊണ്ട് ഏതെങ്കിലും ഒരു ഗ്യാങ്ങിൻ്റെ നിന്ന് സാധനം മേടിപ്പിച്ചിട്ട് 3-4 കൈ മറിഞ്ഞിട്ട് ഇത് പ്രമുഖ നടനോ നടിയിലേക്കോ എത്തിക്കും. കേസിൽ പിടിക്കുന്ന സമയത്ത് പെടുക ഈ 4ാമത് പോകുന്ന ഏതെങ്കിലും സെറ്റിലുള്ള ഒരു ചെറിയ ഡെയിലി വേജിൽ പണിയെടുക്കുന്ന ഏതെങ്കിലും ഒരു ആളായിരിക്കും. അങ്ങനെ കുടുങ്ങിയ ഒരാൾ ഇതേപോലെ എന്നോട് ഇങ്ങനെ പറഞ്ഞ സമയത്ത്, ഇവനെ പിടിച്ച സമയത്ത് ഇവൻ അന്വേഷിച്ചു പോലും ഇതാരിലേക്കാണ് ഇവൻ കൊണ്ടുവന്ന സാധനം പോണേന്നുള്ളത്. എന്നിട്ട് ഓന് സത്യം മനസ്സിലായി ഇതാരാണ് ശരിക്കും ഈ സാധനം, ആരിലേക്കാണ് ഈ സാധനം എത്തിക്കുന്നത്. അപ്പം അങ്ങനെ വളരെ എന്താ പറയുക, ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് ഈ സംഗതി വർക്ക് ചെയ്യുന്നുണ്ട് ഈ മലയാളം ഫിലിം ഇൻഡസ്ട്രിക്കകത്ത്. പിന്നെ ചിലരൊക്കെ പറയും മറ്റേ സിനിമാ നടൻ അല്ലെങ്കിൽ കലാകാരനായാൽ അല്പം മദ്യവും മദിരാശിയും വേണമെന്നൊക്കെ പറയുന്ന ആളുകൾ ഇപ്പോഴും സിനിമയിൽ എക്സിസ്റ്റിംഗ് ആണ്. അങ്ങനെയുള്ളവരുള്ള സമയത്ത് ഇപ്പോൾ ഈ പറഞ്ഞ ലഹരി കേസിൽ സിനിമാ നടനോ നടിയോ കുടുങ്ങിയാലും പ്രത്യേകിച്ച് ഇവരൊക്കെ ന്യായീകരിക്കുന്നല്ല, വേറൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഓക്കെ, പിന്നെ ഞെട്ടി സിനിമാ നടനോ നടിയോ കുടുങ്ങിയാൽ ഞെട്ടി നിന്നും ഇനിയിപ്പോൾ ആരും പറഞ്ഞു വരണ്ട. ആർക്കും ഇവിടെ ഞെട്ടലൊന്നുമില്ല. സിനിമ പാരലായിട്ട് ഓടുന്ന ഇവിടുത്തെ ഇങ്ങനത്തെ ലഹരി മാഫിയ ഇതൊക്കെ ഇവിടെ സ്റ്റിൽ എക്സിസ്റ്റിംഗ് ആണ്. നല്ല രീതിയിൽ ഇവർ തമ്മിലുള്ള ബന്ധങ്ങളുണ്ട്. ഓക്കെ, ഇനിയിപ്പോൾ ഇത് 2 ദിവസം ഇത് ഓടും. ഈ പറഞ്ഞ നമ്മുടെ പ്രയാഗ മാർട്ടിൻ ഇതുകൊണ്ട് ഇനി കുറേ അങ്ങോട്ട് സൈബർ ബുള്ളിങ്ങും സാധനങ്ങളും ആയിരിക്കും. ശ്രീനാഥ് വാസിനെ പ്രത്യേകിച്ച് ഇനി സൈബർ ബുള്ളിങ് എന്ന് പറഞ്ഞ ഒരാളും പോയില്ല. കാരണം ശ്രീനാഥ് വാസിക്ക് ഓൾറെഡി ഇങ്ങനെ ഒരു ചാപ്പ കുത്തി കൊടുത്തത് കൊണ്ട് ശ്രീനാഥ് വാസിക്ക് പിന്നെ അത്യാവശ്യം ഫാനും സാധനങ്ങളുണ്ട്, അവർ തിരിച്ചടിക്കുകയും ചെയ്യും. അതിന് കുറച്ച് ആളുകൾക്ക് ശ്രീനാഥ് വാസിൻ്റെ കേസിൽ തിരിച്ചു വരും. പ്രയാഗ മാർട്ടിൻ എന്തായാലും പെട്ടു. പ്രയാഗ മാർട്ടിൻ ഇനി എല്ലാ വീഡിയോസിൻ്റെ അടിയിലും പോയിട്ട് കഞ്ചാവ്, പുക, മറ്റത് മറിച്ചത് സാധനങ്ങൾ തന്നെ ആയിരിക്കും. പ്രയാഗ മാർട്ടിനാണെങ്കിലും ശ്രീനാഥ് വാസിയാണെങ്കിലും ഞാൻ പറഞ്ഞല്ലോ, അവരുടെ കയ്യിൽ നിന്നൊന്നും പിടിച്ചിട്ടില്ല. അവർ ഉപയോഗിക്കുന്നതായിട്ട് എവിടെയും കേസുകളില്ല, ഒന്നുമില്ല. ഇപ്പോൾ ഈ കേസിൽ അവർ റൂമിൽ പോയി എന്നുള്ളത് തന്നെയാണ് ഉള്ളത്. ഓക്കെ, അത് വിചാരിച്ചിട്ട് അവർ അടിച്ചു പിടിച്ചു എന്നില്ല. ഈ ശ്രീനാഥ് വാസി റിലേറ്റഡ് ആയിട്ട് ഞാൻ പറഞ്ഞ ഒരു പല്ലും നഖവും കൊണ്ടുപോയി എന്നുള്ളൊരു സാധനം ഇതിനു മുമ്പ് പോലീസ് റെക്കോർഡിൽ കാണുകയുള്ളൂ. പ്രയാഗ മാർട്ടിന് അതും ഇല്ല. എന്താണെങ്കിലും കൊള്ളാം. ഈ സിനിമാ ലോകം ഞെട്ടി, സാധാരണക്കാർ ഞെട്ടി എന്നുള്ള വർത്തമാനം മീഡിയക്കാർ നിർത്തണം. മനസ്സിലായോ? ഇതിനൊക്കെ പ്രോപ്പറായി അന്വേഷിക്കണം. ഇവിടെ സ്വർണ്ണക്കടത്തും മാഫിയ അന്വേഷിക്കാൻ ഒരു അൻവർ വരേണ്ട ഒരു അവസ്ഥയായി. ഈ ലഹരി മാഫിയനെ കുറിച്ച് അന്വേഷിക്കാൻ ഇനി ഏത് അൻവർ വരുന്നും എനിക്കറിയാൻ പാടില്ല. എന്താണെന്നുണ്ടെങ്കിൽ ഇതിനെക്കുറിച്ചൊക്കെ ഡിസ്കഷൻ നടക്കണം. അതേപോലെ തന്നെ സിനിമ നന്നാവണം, സിനിമേൻ്റെ ഒരു അറ്റ്മോസ്ഫിയർ നന്നാവണം എന്നുണ്ടെങ്കിൽ ആദ്യം സിനിമ സെറ്റുകളിൽ നിന്ന് അവസാനിപ്പിക്കേണ്ടത് ഇങ്ങനത്തെ ലഹരിയുടെ ഉപയോഗമാണ്, അതിൻ്റെ വൈഡ് സ്പ്രെഡിങ് ആണ്. അതുകൊണ്ടാണ് സിനിമയ്ക്ക് അകത്ത് നടക്കുന്ന പല പ്രശ്നങ്ങളും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇനിയിപ്പോൾ ഈ പറഞ്ഞ പോലെ
അലൻ വാക്കറിൻ്റെ പരിപാടി റിലേറ്റഡ് ആയിട്ട് ഇനി എന്തൊക്കെ പ്രശ്നങ്ങൾ നടന്നിട്ടുണ്ടോ എന്നുള്ളത് വരും ദിവസങ്ങളിൽ എന്താണെങ്കിലും മലയാളികൾ മിക്കവാറും അറിയുമായിരിക്കും. പല പല സീനുകൾ അവിടെ നടന്നു എന്നാണ് എനിക്ക് പേഴ്സണലി കിട്ടിയ റിപ്പോർട്ട്. അതിലിപ്പോൾ പുറത്തു വന്നത് ഈ ഒരു മൊബൈലും പിന്നെ ഈ ലഹരിയായിട്ട് ബന്ധമുണ്ടോ, അതായത് ലഹരി എന്തോ അവിടെ ഒഴുകി എന്നുള്ളൊരു സംശയം മാത്രമാണ്. അത് മാത്രമൊന്നുമല്ല, കുറച്ചധികം പ്രശ്നങ്ങളും കൂടി പറഞ്ഞിട്ടുണ്ട് ചില ആളുകൾ എന്നോട് പേഴ്സണലി വന്നിട്ട്. പക്ഷെ അവർക്കും അത് ഈ പറഞ്ഞ പോലെ വലിയൊരു സീനാക്കാൻ അവർക്കും താല്പര്യം ഇല്ലാത്തതുകൊണ്ട് പിന്നെ നമ്മൾ എടുത്ത് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മറ്റേ പരിപാടിയായി കുത്തിത്തിരിപ്പായി പോയല്ലോ നമ്മൾ. അതുകൊണ്ട് ഞാനില്ല. ഓക്കെ, എന്തെങ്കിലുമൊക്കെ മെയിൻ സ്ട്രീമിൽ വരുമ്പോൾ പറയാമെന്നുള്ള മൂഡിലാണ് ഇപ്പോൾ.